ലാ 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 ലാ. ആഹാ ഹാ ഹാ മന്ത്രം. ലാ ലാ ലാ. വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകി നീ ഉണരു അരിനെൽ കതിരിൻ തിരിയിൽ. അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലുലയേ. കുളിരു പെയ്തു നില കുഴലുമോദീനി കുറുമൊഴി ഇതിലേ വാ. ആരോ പാടിപ്പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ. മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ. കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ തളിരിലെ പവിഴമൊരുകുമി ഇലകൾ ഹരിതമണികളണിയും. കരളിലെ പവിഴമൊരുകി വേറെയൊരു കരളിനിഴയിലുറയും. കുളിരു പെയ്തു നില കുഴലുമോദീനി കുറുമൊഴി ഇതിലേ വാ. ആരോ പാടിപ്പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ. മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ. കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി. വിഷു പക്ഷി പോലെ. മിത്തു, ഇന്നത്തെ ഒരു പെർഫോമൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ റൗണ്ട്സിൽ തന്നിരിക്കുന്ന പല അഡ്വൈസ്, അത് ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിലായാൽ പോലും തന്നിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് മാനിച്ച് അത് ശ്രദ്ധിച്ച് കറക്ഷൻ ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്തൊരു കണ്ടസ്റ്റൻറ്റ്. വെരി ഗുഡ്. പാട്ടിൻ്റെ സെലക്ഷൻ ഫെൻറ്റാസ്റ്റിക്. അൽഫോൻസ് സർ സൂപ്പർ. പിന്നെ
ഈ പാട്ട് പാടുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അനുപല്ലവിയും ചരണവും തുടങ്ങുമുണ്ടായ ഹസ്കി അതെല്ലാം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പാടി എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ പിച്ചിങ് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. അത് എനിക്കൊരിക്കലും അതൊരു കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മിഥു കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ. പക്ഷേ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സെക്ഷൻസൊക്കെ മിഥു വളരെ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇതുവരെ എൻ്റെ ഒരു ജഡ്ജിങ് വെച്ചിട്ട് സോ ഫാർ ദിസ് ഇസ് ദ ബെസ്റ്റ് പെർഫോമൻസ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. മിഥു വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പകരം വീട്ടിലായിരുന്നത്. ഓക്കെ, ശരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളോടുള്ളൊരു പകരം വീട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യത്തിൽ. കാരണം അങ്ങനെ വഴക്ക് പറഞ്ഞതിലും അതിൽ നിന്ന് കണ്ട ഇമ്പ്രൂവ്മെൻറ്റിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. കാരണം പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് മിഥു പാടി ആ പാട്ടിനെ കൊണ്ടുപോയി. ഓക്കെ, ഞങ്ങളോടൊപ്പം പകരം വീട്ടിൽ ജയിച്ചാലും നമ്മൾ ഒരുമിച്ചാണ് ജയിക്കുന്നത്. അതെ അല്ലേ? സന്തോഷമുണ്ട്, അതിലാണ് നമ്മളുടെ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ പിച്ചിങ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടോട്ടലി പാട്ടിന് നല്ല ലൈഫ് ഉണ്ടായിരുന്നു, പാട്ടിന് ഫീൽ ഉണ്ടായിരുന്നു. ആദ്യം ഹമ്മിങ് മുതൽ തന്നെ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പാട്ട്. പിന്നെ ആ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയൊക്കെ സെക്കൻഡ് പോർഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വോയിസ് മോഡുലേഷനൊക്കെ വളരെ നല്ലതായിരുന്നു. നല്ല കൺട്രോൾ ചെയ്താണ് താഴോട്ട് വന്നതൊക്കെ. പിന്നെ ചില സ്ഥലത്ത് ബ്രീത്തിങ്, ഈ ശ്വാസം തികയാതെ വന്നിരുന്നു. അതൊന്ന് നമ്മളുടെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ അടുത്തൊന്ന് ചോദിച്ച്. അതെ, പിന്നെ അതെവിടെയാണ് ആ ഒടിഞ്ഞു തൂങ്ങിയുള്ള നിപ്പ് ചില സമയത്ത് നല്ല ബ്യൂട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നിപ്പില്ല, കൈ ഇങ്ങനെയും പോവും, കഴുത്തിങ്ങനെയും പോവും, ഇങ്ങനൊരു നിപ്പ്. അത് നമുക്കൊരു ശകുന്തളയൊക്കെ ഓർമ്മ വരുന്നൊരു നിപ്പാണ്. എനിവേസ്, വെരി ഗുഡ്. പോലീസുകാരെ എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? കൺഗ്രാറ്റുലേഷൻസ്, എക്സലൻറ്റ്. വളരെ നന്നായിട്ട് പാടി. വളരെ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. അത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. യുവർ ഫീൽ വാസ് വെരി ഗുഡ്. ഇൻവോൾവ് ചെയ്ത് പാടി. ഇവർ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഇറ്റ് വാസ് പെർഫെക്റ്റ്. എനിക്ക് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. നത്തിങ് റോങ് ഇൻ ഇറ്റ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ഇംപ്രൂവിങ്. ഞാൻ ഈ പാട്ടിനെ പറ്റി അഭിപ്രായം പറയുമ്പോൾ, പാട്ട് തുടങ്ങിയ സമയം മുതലുള്ളതല്ല. കഴിഞ്ഞ കണ്ടസ്റ്റൻറ്റ് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു മിഥു. തീരെ പാടാൻ പറ്റുന്നില്ല, ഭയങ്കര ചുമ വരുന്നു. അതുപോലെ തന്നെ ഇന്നലെ പ്രാക്ടീസിന് വന്നപ്പോഴും ചുമച്ചുകൊണ്ടേ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് ചുമ്മാ കയറാൻ ധൈര്യമായിട്ട് അങ്ങ് പാടിക്കോ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് അത് അനുസരിച്ചിട്ട് പാടി. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പാട്ട് എങ്ങനെ ആകുമോ എന്നുള്ള ടെൻഷൻ അടിച്ച് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് പാടല്ലായിരുന്നു. എനിക്കത് ശരിക്കും എൻജോയ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു സർ.